ഒരു ഔട്ട് ആൻഡ് ഔട്ട് പ്രദീപ് രംഗനാഥൻ അഴിഞ്ഞാട്ടം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്തോ ഡ്യൂഡ് എന്ന സിനിമ കാണാനായിട്ട്. ഡ്രാഗൺ എന്ന സിനിമയുടെ ആ ഒരു ലെവൽ എത്തിയില്ലേ പോലും ഒരു ഫുൾ ഓൺ എൻജോയബിൾ എന്റർടൈനർ തന്നെയാണ് ഈ ഒരു സിനിമ. എങ്ങനെയാണ് പ്രദീപിന് തന്നെ ഇത്രയും എന്റർടൈനിങ് ആയ കഥകൾ കിട്ടണേന്നാണ്. ഇതും കംപ്ലീറ്റ്ലി ഒരു യൂത്ത്ഫുൾ വൈബ് എന്റർടൈനിങ് സിനിമ തന്നെയാണ്. നമ്മൾ ഈ ടെംപ്ലേറ്റ് റൊമാൻറ്റിക് പടം, ടെംപ്ലേറ്റ് ആക്ഷൻ പടം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ടെംപ്ലേറ്റ് പ്രദീപ് രംഗനാഥൻ സിനിമ. പക്ഷേ ഒരു നിമിഷം പോലും ബോറടിക്കാണ്ട് കൂട്ടുകാരായിട്ടാണെങ്കിലും യൂത്ത്ഫുൾ മനസ്സുള്ള ഫാമിലി ആയിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും 2 മണിക്കൂർ 20 മിനിറ്റ് ഇരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണിത്. ആദ്യത്തെ ഒരു 15 അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്ത് രീതിയിലുള്ള സിനിമയിലൂടെ കയറാൻ പോണത്. ഒരു ഫുൾ ഓൺ ബ്ലാസ്റ്റ് എന്റർടൈനർ തന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു അമ്മാതിരി ഇൻട്രോ സീക്വൻസ് ആയിരുന്നു സിനിമയുടെ. അതേപോലെ സിനിമയുടെ ഇൻട്രോ ബ്ലോക്ക് എടുത്തു പറയണം, വേറെ ലെവലായിരുന്നു. ക്ലൈമാക്സും സൂപ്പർ ആയിരുന്നു. അതല്ലാണ്ട് ഈ സിനിമയിൽ കുറെ പൊട്ടിച്ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ കുറെ സീക്വൻസ് സിനിമയിലുണ്ട്. എല്ലാം ഭയങ്കര മെമ്മറബിളും ആയിരുന്നു. പ്രദീപിന്റെ കൂടെ അടുത്തത് അഴിഞ്ഞാടിയത് സായ അഭ്യങ്കറാണ്. സായ അഭ്യങ്കറുടെ മ്യൂസിക് ഈ സിനിമയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്ര അധികം എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ചെറിയ രീതിയിൽ ഇമോഷണൽ ഡെപ്ത് ഒക്കെ കുറച്ച് കുറവാണ്. നമുക്ക് അത്രയൊന്നും ഇമോഷൻസ് ഫീൽ ചെയ്യില്ല. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിലും ഈ സീൻസ് ഒക്കെ നമുക്കൊരു ചെറുതായി ഡെപ്ത് ഫീൽ ചെയ്തുകൊണ്ടെങ്കിൽ അതൊക്കെ സായ അഭ്യങ്കര മ്യൂസിക് ആണ് ഏറ്റവും വലിയൊരു സേവിങ് ഗ്രേസ് തന്നെ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് സായ അഭ്യങ്കര മ്യൂസിക് തിയേറ്ററിൽ കേൾക്കണത്. ബാൾട്ടി എന്ന സിനിമ മിസ്സായി പോയി. ഏതായാലും പണി അറിയാന്ന് ചെക്കൻ തെളിയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ കഥയിലോട്ട് വരുവാണെങ്കിൽ ഒരു ടെംപ്ലേറ്റ് പ്രദീപ് സിനിമയാണെങ്കിൽ പോലും ഈ സിനിമയിൽ കുറച്ച് ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ട്. ഈ സിനിമ കഥ പറഞ്ഞ രീതി കുറച്ച് ഡിഫറെന്റ് ആണ്. യൂഷ്വൽ എലമെന്റ്സ് അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു ഡിഫറെന്റ് ട്രാക്ക് ഈ സിനിമ പിടിക്കുന്നുണ്ട്. അത് എത്ര പേർക്ക് ദഹിക്കും എന്നറിയില്ല. അതുകൊണ്ട് തന്നെ അധികം പ്രാക്ടിക്കലി ഭയങ്കര ലോജിക്കലി ഒന്നും ചിന്തിക്കണ്ട. ബിക്കോസ് ഈ സിനിമയുടെ കഥ പോണ പോക്ക് അങ്ങനെയല്ല, ഡിഫറെന്റ് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഒരു ജെൻസി പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭയങ്കര രസകരമാണ് ആ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നത് ലോജിക് ഒക്കെ മാറ്റി വയ്ക്കുക, പ്രാക്ടിക്കലി ചിന്തിക്കാതിരിക്കുക. ഒരു എന്റർടൈനർ എന്ന രീതിയിൽ പോയി കാണുക. നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുന്ന തന്നെ ഞാൻ വാക്ക് തരികയാണ്. ലവ്, ഹാർട്ട് ബ്രേക്ക്, ഫാമിലി, സോഷ്യൽ മെസ്സേജ് ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷെ അത് പറഞ്ഞ രീതി കുറച്ച് ഡിഫറെന്റ് ആണെന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, എന്റർടൈനർ എന്ന രീതിയിൽ തന്നെ കാണുക. അതേപോലെ തന്നെ ഈ സിനിമ കൈവിട്ടു പോവും അല്ലെങ്കിൽ കശപിശി ആവുന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. പക്ഷെ അവിടെയൊക്കെ PR-ന്റെ അല്ലെങ്കിൽ പ്രദീപ് രംഗനാഥിന്റെ ഔട്ട് ആൻഡ് ഔട്ട് എനർജറ്റിക് പോളി പെർഫോമൻസ് സിനിമേനെ കുറെ സേവ് ചെയ്തിട്ടുണ്ട്. അത്രയും കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഡ്രാഗൺ ആണെങ്കിലും ലവ് ടുഡേ ആണെങ്കിലും ഏതെങ്കിലും ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സ്വന്തമാക്കണം, എങ്ങനെ ഏറ്റെടുക്കണം, സ്വന്തം ഷോൾഡേഴ്സിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആ ഒരു ആക്ടറിന് നല്ല സൂപ്പർ ആയിട്ട് അറിയാം. നിങ്ങളൊരു വേറെ ലെവൽ പെർഫോമർ തന്നെയാണെന്ന് വീണ്ടും തെളിച്ചിരിക്കണം. അതേപോലെ മമിത ബൈജു, പ്രേമലു ശേഷം ഇപ്പോഴാണ് ഞാൻ ഒരു സിനിമ കാണുന്നത്. ഏതായാലും വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ നാച്ചുറൽ ആക്ട്രസുമാണ്, വളരെ നാച്ചുറൽ പെർഫോമർ ആണെന്ന് വീണ്ടും കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിലെ ഇമോഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശരത് കുമാറിനെ ഏറ്റെടുത്ത് പറയേണ്ടതാണ്. ഇതിനകത്ത് പ്രദീപ് രംഗനാഥൻ ഓരോ സീൻ സ്റ്റീൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് ശരത് കുമാറും ഉള്ള എല്ലാ സീനും അഴിഞ്ഞായിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയുന്നുണ്ട്. ഒരു രസകരമായ ഒരു ക്യാരക്ടറാണ്, ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. അത് വളരെ ക്യൂട്ടായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നേഹ ഷെട്ടി ഉണ്ട്, സത്യ, റോഹിണി, പിന്നെ ഹൃദു ഹരനുണ്ട്. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഒരു എന്റർടൈനർ ആണല്ലോ, ഒരു കളർഫുൾ വൈബ് എന്റർടൈനർ. അതേ രീതിയിലാണ് ഇതിനകത്ത് എല്ലാവരും പണി ചെയ്തിരിക്കുന്നത്. അതായത് വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും എല്ലാവരും ആ ഒരു സംഭവമാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമേനെ ഇവരെല്ലാവരും കൂടെ ഒരു അടിപൊളി രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ അടിപൊളി ഡയറക്ഷൻ കൂടെയാണെന്ന് വീണ്ടും പറയാണ്. നമുക്ക് ഈ സിനിമ ഡെബ്യൂ ഡയറക്ടറാണ് കീർത്തീശ്വരൻ. വളരെ നല്ല പ്രോമിസിങ് ഡെബ്യൂ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ അധികം ലോജിക്കൊന്നും ചിന്തിക്കേണ്ട, അങ്ങ് തിയേറ്ററിൽ പോയി ഇരുന്ന് കൊടുക്കുക, എൻജോയ് ചെയ്യുക. സോ പ്രദീപ് ഫാൻസ് ആൻഡ് കളർഫുൾ എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്നവര് ഗോ ആൻഡ് ഹാവ് ഫൺ.